घनश्याम सुंदर मदन मोहन राधे गोपाल घनश्याम सुंदर मदन मोहन राधे गोपाल राधे गोविंद भजो राधे गोपाल राधे गोविंद भजो राधे वेणुगायका मुकुंद राधे गोपाल वेणुगायका मुकुंद राधे गोविंद भजो राधे गोपाल नंद नंदना मुकुंद राधे गोपाल नंद नंदना मुकुंद राधे गोविंद भजो राधे गोपाल गोपी जन चित्त चोर राधे गोपाल गोपी जन चित्त चोर राधे गोविंद भजो राधे गोपाल गोविंद भजो राधे गोपाल गोवर्धन गिरिधारी राधे गोपाल गोवर्धन गिरिधारी राधे गोविंद भजो राधे गोपाल राधे गोविंद भजो राधे गोपाल ചോദിക്കുന്ന ഭക്തന്മാർ അത് പോകുന്നവരൊക്കെ സിദ്ധന്മാരാണ്. ചിലപ്പോൾ സിദ്ധന്മാരൊക്കെ അവരുടെ ശക്തി കുറഞ്ഞാൽ പിന്നെ വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ടാണ് സിദ്ധികളിൽ മയങ്ങാൻ പാടില്ലേ എന്നാണ് പറയുന്നത് ഭഗവാൻ. അങ്ങനെ മന്ത്രം കൂടുതൽ ഉരുട്ട് സിദ്ധി വരുത്തിയവരാണ് സിദ്ധന്മാർ. സിദ്ധനേക്കാൾ കേമനാണ് മുക്തൻ. ഈ സിദ്ധികളിൽ മയങ്ങാതെ ഭഗവാനെ മാത്രം ഭജിച്ചിരിക്കുന്ന മുക്തൻ. മുക്തൻ പറഞ്ഞാൽ ഈ ശരീരത്തിൽ ഇരുന്നാലും ഇത് ബന്ധപ്പെടാതെ ഇരിക്കുന്ന ആൾക്കാരാണ് മുക്തന്മാർ. മുക്താനാമപി സിദ്ധാനാം നാരായണ പരായണഃ സുദുർലഭ പ്രശാന്താത്മാ കോട്ടിഷ്വപി മഹാമുനേ. മുക്തന്മാരെക്കാട്ടിലും സിദ്ധന്മാരെക്കാട്ടിലും മുക്തന്മാർ സിദ്ധന്മാരുടെ കോടിയിൽ ഒരു ആള് മാത്രമേ ഭക്തനായിട്ട് മാറുള്ളൂ. ഭക്തൻ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ ഭക്തന്മാരാണ്. എന്താ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി അമൃത്ത് തൊഴാൻ വേണ്ടി വരുന്നു. ഇവിടെ ഭാഗവതത്തിൽ പറയുന്ന ഭക്തന്മാരൊക്കെ ഭഗവാനോട് ഒന്നും പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ്. ഗോപികമാരെപ്പോലെ ഹനുമാനെപ്പോലെ. നമ്മൾ ചെയ്യുന്ന ഭക്തിയൊക്കെ സാധന ഭക്തി എന്നാണ് പറയുന്നത്. സാധന ഭക്തിയേക്കാൾ നമുക്ക് വേണ്ടത് സാധ്യഭക്തിയാണ്. ഭഗവാൻ എന്നാവണം എന്ന് വിചാരിക്കുന്ന യശോദയെപ്പോലെ ഇരിക്കുന്ന മഹാത്മാക്കളാണ് പ്രേമഭക്തന്മാർ. കൃഷ്ണചൈതന്യസ്വാമി അങ്ങനെ ഉള്ളിരിക്കുന്ന ഭക്തന്മാരാണ് പ്രേമഭക്തന്മാർ. അവരെയാണ് ഇവിടെ ഭാഗവതത്തിൽ മഹാഭാഗവതൻ എടുത്തു പറയുന്നു. ഭാഗവതൻ മഹാഭാഗവതൻ. നമ്മളൊക്കെ ഭാഗവതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഭാഗവതൻ പറഞ്ഞാൽ അർത്ഥം കൃത്യസമയത്തിൽ 12:30 മണിക്ക് നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമിച്ച് ഉള്ള സമയത്ത് ഭാഗവതം പഠിച്ച് നടക്കുന്നവർ നമ്മളൊക്കെ ഭാഗവതൻ. ഭക്ഷണവും വേണ്ടാം, ഊണും വേണ്ടാം, ഉറക്കവും വേണ്ടാം. ഇത് രണ്ടും ഉപേക്ഷിക്കണം മണപ്പുറമല്ലേ, അതിൻ്റെ ആവശ്യമില്ലാതെ എപ്പോഴും നാമം ജപിച്ച് ഭാഗവതം പഠിച്ച് നടക്കുന്നവരാണ് മഹാഭാഗവതന്മാർ. ഉദാഹരണം പറഞ്ഞാൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, പരീക്ഷത്തിനെ കുറിച്ച് പറയുന്നു. തതപരീക്ഷിത് ദ്വിജവർജ ശിക്ഷയാ മഹീം മഹാഭാഗവത ശാസക. പരീക്ഷത്തിന് ശുകാചാര്യൻ ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ 4 ദിവസമായി. 4ാമത്തെ ദിവസം വൈകുന്നേരം ശുകാചാര്യൻ ഇടയ്ക്ക് നിർത്തി. 4 ദിവസം ആയല്ലോ, നീ എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിച്ച് വരൂ, പിന്നെ തുടങ്ങാം പ്രഭാഷണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിശപ്പേ ഇല്ലേ, ദാഹവും ഇല്ലേ. നൈഷാദി ദുസ്സഹാക്ഷുണ്മം. ഈ വിശപ്പും ദാഹം കൊണ്ടാണ് ഞാൻ പണ്ട് ഒരു മഹാത്മാവിൻ്റെ കഴുത്തിൽ പാമ്പ് ഇട്ടു. ഇപ്പോൾ എന്തായി, നിങ്ങളുടെ ഭാഗവതം കേൾക്കുമ്പോൾ എനിക്ക് വിശപ്പും തോന്നുന്നില്ല, ദാഹവും തോന്നുന്നില്ല, പറഞ്ഞോളൂ. ഇങ്ങനെ പരീക്ഷിത്ത് 7 ദിവസം
ഇടയ്ക്ക് വെള്ളം കുടിച്ചു പോകും സംശയം. അങ്ങനെ ശുകാചാര്യൻ കഥ പറയുന്നു, പരീക്ഷിത് കേൾക്കുന്നു. അങ്ങനെ ഊണും ഉറക്കും ഇല്ലാതെ ഭജിക്കുന്നവരാണ് മഹാഭാഗവതന്മാർ. അതുപോലെയാണ് ഇവിടെ പറയുന്നു, ഭരതസ്തു മഹാഭാഗവതഃ. അത്യാവശ്യം ചില ആൾക്കാരെ മാത്രം ഇവിടെ ഭാഗവത്തിൽ പറയുന്നുണ്ട്. നാഭാഗാത് അംബരീഷോ ഭൂത് മഹാഭാഗവതഃ പ്രതി. അംബരീഷിനെ കുറിച്ച് പറയുമ്പോൾ മഹാഭാഗവതൻ, വിതുര മഹാശയനെക്കുറിച്ച് പറയുമ്പോൾ ക്ഷത്ത മഹാഭാഗവത സദസ്പതി, ബലിചക്രവർത്തിയെക്കുറിച്ച് പറയുമ്പോഴും മഹാഭാഗവതൻ. അതുപോലെ ഇവിടെ ഭരതനെ കുറിച്ച് പറയുന്നു, ഭരതസ്തു മഹാഭാഗവതഃ. ഭരതൻ പറയുമ്പോൾ തന്നെ മഹാഭാഗവതൻ. അദ്ദേഹം ആദ്യം കർമ്മങ്ങളൊക്കെ ചെയ്തു, യജ്ഞങ്ങൾ യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ചു. യാഗത്തിൻ്റെ ഫലം സ്വയം സ്വീകരിക്കാതെ അത് ഭഗവാനുക്ക് തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ യാഗത്തിൻ്റെ ഫലം ഭഗവാനുക്ക് സമർപ്പിക്കുമ്പോൾ അത് കർമ്മയോഗമായി തീരുന്നു. ഓരോരോ കർമ്മവും നമ്മൾ ചെയ്ത് സമർപ്പിക്കുമ്പോൾ ഈ ശ്ലോകം പറയാറുണ്ട്, കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇത് വെറുതെ വാക്കുകൊണ്ട് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഇവിടെ ശ്ലോകത്തിൽ എന്ത് പറയുന്നത്, കായേന വാച മനസ ഇന്ദ്രിയൈവ ബുദ്ധിയ ആത്മനാവ, എന്തൊക്കെ ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നുവോ എല്ലാം ഭഗവാനായി സമർപ്പിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, അത് കർമ്മയോഗമായി തീരും. അപ്പോൾ എന്താവും, ആ കർമ്മത്തോടെ നമുക്ക് ബന്ധമുണ്ടാവില്ല. ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ദുഷ്കർമ്മം ചെയ്താലും സത്കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം ഉണ്ടാവും. നമ്മളെന്തിനും നാരായണായത്തി സമർപ്പിക്കാൻ ഭഗവാനൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ബന്ധമുണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഒരാൾ എന്ത് ചെയ്തു, നിറച്ചു നെയ്യ് കുടിച്ചു. ഇപ്പം നെയ്യ് കുടിച്ചപ്പോൾ വയറ് വേദന ഉണ്ടായി. അപ്പോൾ ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് ചെന്നു, നെയ്യ് കൂടുതൽ കുടിച്ചു, വയറ് വേദനിക്കുന്നു. അപ്പോൾ ആയുർവേദ ഡോക്ടർ പറഞ്ഞു, ചൂർണം കൊടുത്തു ഒരു ഡപ്പയിൽ, ഈ ചൂർണം കുറച്ച് നെയ്യിൽ കഴിച്ചോളൂ, ശരിയായിക്കോളും. നെയ്യ് കുടിച്ച് ഉണ്ടായ വയറുവേദന മാറാൻ അതേ നെയ്യിൽ തന്നെ കുറച്ച് ചൂർണം കുഴച്ച് കഴിച്ചാൽ എങ്ങനെ ശരിയാണു പോകും. ഇത് ഉദാഹരണം ഭാഗവത്തിൽ തന്നെ പറഞ്ഞതാണ്. ആമയോ യശ്ച ഭൂതാനാം ജായത്തെ ഏന സുവ്രത തദേവ ഹ്യാമയം ദ്രവ്യം നപുനാതി ചികിത്സിതം. ഏത് കർമ്മങ്ങൾ കൊണ്ടാണ് നമുക്ക് ബന്ധനം ഉണ്ടാവുന്നു, അതേ കർമ്മങ്ങൾ ഭഗവാനൊക്കായി സമർപ്പിക്കുമ്പോൾ അത് കർമ്മമോക്ഷമായി തീരും. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഗുണം എന്താണ്, ചിത്തശുദ്ധി ഉണ്ടാവും, നമ്മുടെ മനസ്സ് ശുദ്ധമാവും. നമ്മുടെ മനസ്സ് ശുദ്ധമായി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, നമ്മളൊക്കെ കണ്ണടച്ചാൽ ഭഗവാനെ തെളിഞ്ഞ് കാണാൻ സാധിക്കും. അങ്ങനെ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ മനസ്സ് ശുദ്ധമായി നമുക്ക് തീരുമാനം ചെയ്യാം. നമ്മളൊക്കെ കണ്ണടച്ചിരുന്നാൽ ഒരു ഇരുട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇരുട്ട് ഇല്ലാതെ ഭഗവാനെ കാണാൻ സാധിച്ചാൽ അത് ഭാഗ്യം. ഇവിടെ ഭരതൻ്റെ ഹൃദയത്തിൽ നിജപുരുഷഹൃൽ ലിഖിതേന ആത്മനി പുരുഷരൂപേണ വിലോചമാനേ ഉച്ചൈസ്തരാം ഭക്തി അനുദിനം ഏധമാനരയാ അജായത്തെ. ഭിത്തിയിൽ എഴുതിയ ചിത്രം പോലെയാണ് ഭഗവാന്റെ രൂപം കാണാൻ സാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നു. അങ്ങനെ ഈ ഭരതൻ കർമ്മയോഗം ചെയ്തുകൊണ്ട് ഹൃദയം ശുദ്ധമായി പുത്രന്മാരുടെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ച് അദ്ദേഹം നേപ്പാളത്തിൽ ഗണ്ഡകി നദീതീരത്തിൽ അഷ്ടാംഗയോഗം അഭ്യസിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, 8 പടികളാണ് ഭഗവാനെ കാണാനുള്ള പടി. അതിൽ ധ്യാനം വരെ എത്തിക്കഴിഞ്ഞു അദ്ദേഹം. ധ്യാനം പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് കണ്ണടച്ചിരുന്നാൽ വൈകുന്നേരം 6 മണിക്കേ കണ്ണു തുറക്കുള്ളൂ. 12 മണിക്കൂർ ധ്യാനം അഭ്യസിച്ച മഹാത്മാവാണ്. നമ്മളൊക്കെ 12 മണിക്കൂർ വേണ്ട, 12 മിനിറ്റ് പോലും നമുക്ക് മര്യാദയ്ക്ക് ധ്യാനം ചെയ്യാനായിട്ടില്ല. ഞാൻ തന്നെ ഒരു വാച്ചും വെച്ച്
കണ്ടിട്ട് ധ്യാനിക്കാൻ വിചാരിച്ച് കണ്ണടച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കുമ്പോൾ 6 മിനിറ്റേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ തന്നെ മനസ്സ് അവിടേക്കും ഇവിടേക്കും പോകുന്നു. 12 മിനിറ്റ് പോലും നമുക്ക് മര്യാദയ്ക്ക് ഒരു വിഷയം ചിന്തിച്ചിരിക്കാൻ ആവണില്ലേ? ഇപ്പോൾ ഭരതൻ്റെ മഹിമ എന്താ അത്ഭുതം! 12 മണിക്കൂർ ധ്യാനം. രാവിലെ പൂജിക്കാൻ വേണ്ടി കയ്യിൽ പൂവും തുളസിയും കയ്യിൽ വച്ചിട്ടുണ്ടാവും. അങ്ങനെ കൃഷ്ണനെ ധ്യാനിച്ചിരിക്കും. ജയസദാ സവിത്രമണ്ഡല മധ്യവർത്തി നാരായണാണ്. ഭഗവാന കൃഷ്ണനെയോ നാരായണ രൂപം ധ്യാനിച്ച് അദ്ദേഹം കണ്ണടച്ചിരിക്കും. കണ്ണ് തുറക്കുമ്പോൾ കയ്യിലിരിക്കുന്ന പൂക്കളൊക്കെ വാടിപ്പോയിട്ടുണ്ടാവും. അത്രയും നേരം അദ്ദേഹം ധ്യാനിച്ചിരുന്നു. പക്ഷെ എന്തു പറയട്ടെ, എല്ലാവർക്കും ഒരു പ്രാരബ്ധം ഉണ്ടാവും. സ്വാരബ്ധേന കർമ്മണ യോഗാരംഭണതോ വിഭ്രംസിത. അദ്ദേഹത്തിന് ഒരു പ്രാരബ്ധം പിടികൂടി. അത് മാനിൻ്റെ രൂപത്തിലായിരുന്നു എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇദ്ദേഹം ഒരു ദിവസം രാവിലെ കുളി കഴിഞ്ഞ് ജപിക്കുന്ന സമയത്താണ് ഒരു സിംഹത്തിൻ്റെ അലർച്ച കേട്ടു. ഏകദാതു മഹാനദ്യാം കൃതാഭിഷേകണയ്യമികാവശ്യകോ ബ്രഹ്മാക്ഷരമഭിഗൃണാണു മുഹൂർത്തത്രയമുദകാന്ത ഉപവിവേശ തത്ര തഥാ രാജൻ ഹരിണീ പിപാസയാ ജലാശയാഭ്യാസമേകൈവോപജഗാമ തയാ പേപീയമാന ഉദകേതാവദേവാ വിദൂരേണ നതോ മൃഗപതേരുന്നാദോ ലോകഭയങ്കര ഉദപതത്. ഭയങ്കരമായ ഒരു സിംഹത്തിൻ്റെ ഗർജനം. അതേ സമയത്ത് അദ്ദേഹം ജപിക്കുന്ന തൊട്ടടുത്ത് അവിടെ പുഴയിൽ ഒരു മാൻപേട, പൂർണ്ണ ഗർഭവതിയായ മാൻപേട വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുന്നു. സിംഹത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ മാൻപേട ചെയ്തു രക്ഷപ്പെടാൻ വേണ്ടി പുഴ കടക്കാൻ ശ്രമിച്ചു. പുഴ കടക്കാൻ വേണ്ടി ചാടുന്ന സമയത്ത് എന്തായി? പൂർണ്ണ ഗർഭവതിയായതുകൊണ്ട് എന്തായി? അപ്പോൾ തന്നെ പ്രസവം ഉണ്ടായി. പ്രസവിച്ചു. മാൻകുട്ടി ഇവിടെ വീണു ഇക്കരയിൽ. അക്കരയിൽ അമ്മ മാൻ വീണു മരിച്ചു. ഈ മാൻ കുഞ്ഞ് ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ മാൻകുട്ടിക്ക് അച്ഛനന്മാരില്ലല്ലോ, അമ്മ മരിച്ചു. മാമേവ മാതാ പിതരോ ഭ്രാതൃജ്ഞാതിം യൗധികാംശ്ചൈവോപേയായ. മാനിനെ സഹായിക്കാൻ അച്ഛനന്മാർ ആരും ഇല്ലല്ലോ, ഞാൻ തന്നെ നോക്കണം വിചാരിച്ച് അദ്ദേഹം കൊണ്ടുപോയി. അങ്ങനെ കുറച്ചു കാലം നോക്കാമായിരുന്നു. ഇദ്ദേഹം എന്ത് വിചാരിച്ചു? ഞാനില്ലെങ്കിൽ ഇവിടെ മാൻകുഞ്ഞിനെ നോക്കാൻ ആളില്ല വിചാരിച്ചു. നമ്മളൊക്കെ പറ്റുന്നത് അതിനാണ്. ഞാനില്ലെങ്കിൽ വീട്ടിൽ ഒരു കാര്യം ചെയ്യാവണില്ല, ഞാൻ തന്നെ ചെയ്യണം. ചില ആളുകൾ അങ്ങനെ കൊണ്ട് വീട്ടിലേ ഇരിക്കും, സപ്താഹത്തിന് വരാറില്ല. എന്താ കാരണം? വീട്ടിൽ പട്ടി കുട്ടി ഒക്കെ കൊണ്ട് ഞാൻ തന്നെയാണ് നോക്കണം പറയും. ഒരു ദിവസം നമ്മൾ ഇവിടെ സപ്താഹത്തിന് വന്നാൽ മതി, വീട്ടിലുള്ള ആളുകൾ പറയും ഇവർ സപ്താഹത്തിന് പോയാലേ ഞങ്ങൾക്ക് സ്വൈര്യമായിട്ടിരിക്കാൻ സാധിക്കുന്നു അവർ പറയും. അങ്ങനെ ഇദ്ദേഹം ഈ മാനുകുഞ്ഞിനെ നോക്കാൻ പുറപ്പെട്ടു. എപ്പോഴും പണ്ടൊക്കെ ഹരിസ്മൃതിയിലായിരുന്നു, ഇപ്പോൾ ഹരിണസ്മൃതിയായി. പണ്ടൊക്കെ കറുകപ്പുല്ല് ഇതൊക്കെ പറിച്ചു കൊണ്ടുവരും. എന്തിനാ? പൂജിക്കാൻ വേണ്ടി, മഹാഗണപതി അർച്ചിക്കാൻ. ഇപ്പോൾ മാനിന് വേണ്ടി അതൊക്കെ പറിച്ചു കൊണ്ടുപോകുന്നു. പണ്ട് ഭഗവാന് അഭിഷേകം, ശാളഗ്രാമ ഭഗവാനക്ക് അഭിഷേകം ചെയ്യാൻ വേണ്ടി പാൽ ചോദിച്ച് നടന്നു. ഇപ്പോൾ മാൻകുഞ്ഞിനെ കുറച്ച് പാൽ തരുന്നു, ഓരോരോ ആശ്രമത്തിൽ ചെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ധ്യാനം, പൂജ, എല്ലാ കർമ്മങ്ങളും പോയി. എപ്പോഴും മാനിൻ്റെ സ്മൃതിയായി. പിന്നെ മാന് കുറച്ച് വലുതായ ശേഷം ഒരു പെൺമാനിനെ കണ്ടു ഓടി. നമ്മളൊക്കെ അങ്ങനെയാണ്, നമ്മളെ കുട്ടികളെ വളർത്തും, പിന്നെ അവർ വേറെ ആൾ കണ്ട് ഓടും. അതുപോലെ അത് പോയി. അപ്പോൾ മാന് പോയപ്പോൾ അതേ ഓർത്ത് അദ്ദേഹം കിടപ്പിലായി. മരിക്കുന്ന സമയത്ത് ആ മാൻ അടുത്ത് വന്ന് നിൽക്കുന്നു. ആത്മജമിവ അനുശോചന്തം, സ്വന്തം മാണപ്പോളെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മൃഗങ്ങൾക്ക് നല്ല നന്ദിയുണ്ട്. നമ്മൾ വളർത്തിയാൽ അത് എപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരിക്കും. നമുക്കൊരു സങ്കടമാണെങ്കിൽ അത് കരഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മക്കൾ അങ്ങനെ ആവുമോ സംശയം. ആ മാൻ കുഞ്ഞിനെ ആ മാന് സ്വന്തം മഹണപ്പോളെയാണ് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അദ്ദേഹം മാന നോക്കി, മാന ഓർത്തുകൊണ്ട് മരിച്ചു. നമ്മൾ എന്താണ് അവിടെ അവസാന സ്മൃതി? അന്ത്യേ യാ സ്മൃതി സാ ഗതി. അന്ത്യസമയത്തിൽ നമ്മുടെ സ്മൃതി എന്താണോ അതാണ് അടുത്ത ജന്മത്തിന് കാരണമാവും. ഭഗവാൻ ഗീതയിൽ പറയുന്നു, യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കലേബരം
തം തമേവേതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. അതുകൊണ്ടാണ് പണ്ട് വീട്ടിൽ ഭഗവാന്റെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിടും, അവിടെ വയ്ക്കും. എന്താ കാരണം? മരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കിയാൽ ഭഗവാന്റെ രൂപം, കണ്ണൻ്റെയോ മുരുകൻ്റെയോ ഒരു രൂപം കണ്ടു മരിച്ചാൽ പോലും നമുക്ക് സദ്ഗതി കിട്ടും. ഇപ്പോഴൊക്കെ വീട്ടിൽ മരിക്കാൻ തന്നെ യോഗമില്ലേ. ഇപ്പോൾ എല്ലാം എന്താ ICUയിലാണ്. അന്ത്യസമയത്ത് ICU പറഞ്ഞാൽ എന്താ അർത്ഥം? ഭാഗ്യമുണ്ടെങ്കിൽ ICU. പിന്നെ ആളാ പറഞ്ഞ് ഇങ്ങോട്ട് പോവും. അങ്ങ് പോയാൽ പിന്നെ ഒരാൾക്ക് നോക്കാൻ വയ്യ. ഇപ്പം അന്ത്യസമയത്തിൽ നല്ല സ്മൃതി വരണമെങ്കിൽ ഇപ്പോൾ തന്നെ നാമം ജപിക്കണം. പറഞ്ഞില്ലേ, നാരായണാവെന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരും ഏറ്റവും അന്ത്യകാലേ. അന്ത്യകാലത്തിൽ നാമം ജപിക്കാൻ നമുക്ക് തോന്നും. ഗോവിന്ദ പാദങ്ങൾ തെളിഞ്ഞ് കാണാം. അതിന് ഇപ്പോൾ നാമം ജപിക്കണം. ഇദ്ദേഹം നാമം ജപിച്ചിരുന്നു, പക്ഷേ തൻ്റെ കർമ്മത്തിന് വേണ്ടി നാമം ജപിച്ചു. നാമഭക്തിയോട് ജപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും ജനിക്കേണ്ടി വന്നു. മാനവോർത്ത് മരിച്ചത് കൊണ്ട് അടുത്ത ജന്മത്തിൽ മാനായി ജനിച്ചു. പക്ഷേ മാനിന് ഓർമ്മശക്തിയുണ്ട്. പൂർവ്വജന്മത്തിൽ ഞാൻ ഒരു രാജഋഷിയാണ്, മാനനോട് സ്നേഹം പുലർത്തിയത് കൊണ്ടാണ് ഇങ്ങനെ മാനായി ജനിക്കേണ്ടി വന്നു. അത് മനസ്സിലാക്കി. അപ്പോൾ ജനിച്ച സ്ഥലം വേറെ സ്ഥലമാണ്. വീണ്ടും തൻ്റെ പഴയ ആശ്രമത്തിലടുത്ത് തന്നെ വന്നു. കാളഞ്ചരാത് പുലസ്ത്യ പുലകാശ്രമം പ്രത്യാജഗാമ. വീണ്ടും അവിടെ ഗുരുനാഥൻ്റെ സത്സംഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് അദ്ഭുതം. വൃന്ദാവനത്തിൽ ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ ഏകാദശി ദിവസം ചപ്പാത്തി ഒന്നും കഴിക്കാറില്ല. നമുക്കൊക്കെ പഞ്ചാംഗം നോക്കേണ്ടി വരും. എന്നാണ് ഇന്ന് ഏകാദശിയാണോ നാളെ ഏകാദശിയാണോ? നാളെ ഏകാദശിയാണ്. പക്ഷേ ആ വൃന്ദാവനത്തിലിരിക്കുന്ന ഒരു നായ പോലും ഇന്ന് ഏകാദശിന് മനസ്സിലാക്കി അത് ചപ്പാത്തി കൊടുത്താൽ കഴിക്കാറില്ല. ആരെങ്കിലും നിർബന്ധിച്ചാൽ അതും മേടിച്ച് വേറെ സ്ഥലത്തിൽ സൂക്ഷിച്ച് വയ്ക്കും. അവിടെ അമ്പലമുണ്ട്, ബാങ്കേ വിഹാരി, അതിൻ്റെ അടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. എന്താ കാരണം? ദ്വാദശി പാരണ വീടണല്ലോ, അന്ന് ചപ്പാത്തി കിട്ടില്ലെങ്കിൽ ചെയ്യാം, അതിനുവേണ്ടി സൂക്ഷിച്ച് വയ്ക്കും. അടുത്ത ദിവസം കഴിക്കും. ഇങ്ങനെ നായ്ക്ക് എങ്ങനെ തോന്നുന്നു ചോദിച്ചാൽ ഇതാണ് പറയാറുണ്ട്, യോഗഭ്രഷ്ട ജന്മം. യോഗം ചെയ്ത് ഇടയിൽ ഭ്രഷ്ടമായവർ ഇങ്ങനെ മഹാത്മാക്കളായിട്ട് മാനായി ജനിച്ചതുപോലെയാണ് ഒരു മഹാത്മാ ഇങ്ങനെ ജനിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ യോഗഭ്രഷ്ടന്മാരുടെ കഥ നിറച്ചുമുണ്ട്. ഭഗവത്ഗീതയ്ക്ക് ഒരു വ്യാഖ്യാനം എഴുതിയ മഹാത്മാവാണ് ജ്ഞാനേശ്വരൻ. സാക്ഷാത് ഭഗവാൻ തന്നെ അവതരിച്ച് വ്യാഖ്യാനം ചെയ്തു. ജ്ഞാനേശ്വരി എന്നാണ് മറാഠിയിലുള്ള വ്യാഖ്യാനം. അദ്ദേഹം ആ വ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത് ഒരു എരുമ അവിടെ അടുത്തിരുന്ന് കേൾക്കും. അദ്ദേഹം വ്യാഖ്യാനം ചെയ്ത് അതിൻ്റെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എഴുതിയ ശേഷം എരുമയോട് ചോദിക്കും, ശരിയാണോ ചോദിച്ചാൽ തല കൊടുക്കും. ഇപ്പോൾ ശിഷ്യന്മാർക്ക് സങ്കടം, നമ്മോട് ചോദിക്കാതെ എരുമയോട് ചോദിക്കുന്നുണ്ടല്ലോ. എന്താ കാരണം? ആ എരുമ സാധാരണ എരുമയില്ല, ഒരു യോഗഭ്രഷ്ടനാണ്. ഈ ജ്ഞാനേശ്വരി എഴുതുന്ന പര്യന്തം ഒപ്പം ഉണ്ടായിരുന്നു, പിന്നെ മരിച്ചു. പിന്നെ അതിന് ഒരു സമാധി വെച്ചു അദ്ദേഹം. അതേപോലെ എൻ്റെ ഗുരുനാഥൻ കുംഭകോണം എന്ന സ്ഥലത്തിൽ തമിഴ്നാട്ടിൽ സപ്താഹം നടത്തുമ്പോൾ മുമ്പിൽ ഒരു നായ വന്ന് ഭാഗവതം കേൾക്കും, പ്രഭാഷണം. എല്ലാവരും ആ നായനെ വിരട്ടാൻ പുറപ്പെട്ടപ്പോൾ ഗുരുനാഥൻ അത് കേട്ടോട്ടേ പറഞ്ഞു. അത് ഇന്ന് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കും. ഇടയ്ക്ക് വേറെ നായയുടെ ശബ്ദം കേട്ടാൽ ഉടനെ അവിടെ ചെന്ന് ഇവിടെ ശബ്ദിക്കരുത്, ഇവിടെ ഭാഗവതം നടക്കുന്ന സ്ഥലമാണ്, അത് വിരട്ടി ഇവിടെ വന്ന് ഇരിക്കും. 7 ദിവസം മുഴുവനും സപ്താഹം കേട്ടു ആ നായ. പിന്നെ അവഭൃത സ്നാനത്തിന് വേണ്ടി അടുത്തുള്ള പുഴ കാവേരിയിൽ കുളിക്കാൻ പോയപ്പോൾ എന്തായി? അന്ന് അത് കാവേരി തീരത്ത് വീണ് മരിച്ചു. ഇപ്പോൾ ഗുരുനാഥൻ അതിനോട് സമാധി വെച്ചു. ഇതുപോലെ ചില ഭ്രഷ്ടന്മാരായ പല ജീവൻകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെയാണ് ഈ മാണം സത്സംഗത്തിലിരുന്നു. അവസാന സമയത്തിൽ ആ നദിയിൽ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. യജ്ഞായ ധർമ്മപതയേ വിധി നൈപുണായ യോഗായ സാഖ്യശിരസേ പ്രകൃതീശ്വരായ നാരായണായ ഹരയേ നമഃ ഇത്യുദാരം
ഹാസ്യന്മൃഗത്വമപി യഃ സമുദാജഹാര. അവസാന സമയത്തിലാണ് ഈ കഥ പറയുന്നത്. അന്ത്യസമയത്തിൽ പോലും നാരായണായ ഹരയേ നമഃ പ്രാർത്ഥിച്ചിട്ടാണ് ഈ മാൻ ജന്മം ഉപേക്ഷിച്ചു. മാൻ ശരീരം നദിയിൽ ഉപേക്ഷിച്ച് അടുത്ത ജന്മത്തിൽ അങ്കിരസഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായി ജനിച്ചു. ഈ ജന്മത്തിലാണ് ജഡഭരതൻ എന്ന് പേര്. പൂർവ്വജന്മത്തിൽ ഭരതൻ, ഈ ജന്മത്തിൽ ജഡന പോലെ കിടക്കുന്നു. അതുകൊണ്ടാണ് ജഡഭരതൻ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി അമ്മ തന്നെ ഓടിയെത്തി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 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 അമ്മേ നാരായണ, ഭദ്രേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഭരതൻ, ജഡഭരതൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭാഗവതത്തിൽ ജഡഭരത ചരിത്രയെ പറഞ്ഞത് നമ്മൾ പറയുന്നു, ജ്ഞാനികൾക്ക് ഒരു പേരും ഇല്ല, അവർക്ക് ഒരു സ്ഥലവും ഇല്ല. എന്നാലും കഥ പറയണമെങ്കിൽ ഒരു പേര് വേണ്ടേ? അതുകൊണ്ടാണ് പൂർവ്വജന്മത്തിൻ്റെ ഭരതവും ഈ ജന്മത്തിൻ്റെ ജഡത്വവും ചേർത്ത് ജഡഭരതൻ നമ്മൾ പറയുന്നു. ജനിച്ചത് മുതൽ അദ്ദേഹം ഒന്നും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് ജഡന പോലെ കിടക്കണം. അച്ഛനന്മാർ കുറച്ചു കാലം നോക്കി അവർ മരിച്ചു. പിന്നെ സഹോദരന്മാരെ നോക്കിയിരിക്കുന്നു. ഇവർ ഓരോ വീട്ടിലും ചെന്ന് എന്തെങ്കിലും പറഞ്ഞ ജോലി ചെയ്യും. അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ നല്ല ഭക്ഷണം കിട്ടാറില്ല. 2 ദിവസം മുമ്പ് എടുത്ത് മാറ്റി വെച്ച് പുഴുത്ത ഭക്ഷണമാണ് കൊടുക്കും. കണ പിന്യാക ഫലീകരണ കുൽമാഴ സ്ഥാലി പുരീഷാദിനിമേ. പാത്രത്തിൽ തീ പിടിച്ച് കരിഞ്ഞു പോയ ഭക്ഷണം അത് കൊടുക്കും. പിന്നെ പുന്നാക്ക്, പശു പോലെ തിന്നാത്ത പുന്നാക്കിന് അദ്ദേഹത്തിന് കൊടുക്കും. എന്ത് കൊടുത്താലും അദ്ദേഹം അമൃതവദഭ്യവഹരതി, അമൃതം പോലെ കഴിച്ചു, അമൃത് പോലെ കഴിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്തുള്ള കാട്ടിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ആൾ നരബലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് നരബലിക്ക് പിടിച്ചു വച്ചിരുന്നു. പണ്ടൊക്കെ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കാറുണ്ട്. അതിന് തലവെട്ടുന്ന ശിക്ഷയാണ്. പക്ഷേ അത് ഭദ്രകാളി ക്ഷേത്രത്തിൽ അയാൾ കൂടി ഒരു സദ്ഗതി കിട്ടട്ടെ വിചാരിച്ച് അങ്ങനെ ബലി കൊടുത്തിരുന്നു. അങ്ങനെ നരബലിക്ക് വേണ്ടി ഒരാളെ പിടിച്ചു വെച്ചപ്പോൾ അയാൾ ഓടി രക്ഷപ്പെട്ടു. അപ്പം നരബലിക്ക് ആളില്ലാതെ വിഷമിച്ച സമയത്തിലാണ് ഈ ജയഭരതനെ വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന് നന്നായിട്ട് കുളിപ്പിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു അവർ. പിന്നെ ബലി കൊടുക്കാൻ വേണ്ടി ആ ബലിപീഠത്തിൽ തല ചരിച്ചു വെച്ചു. പിന്നെ പാട്ടുകളൊക്കെ പാടി ആ വെളിച്ചപ്പാട് വാളം എടുത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ബ്രഹ്മജ്ഞാനിക്ക് ചെയ്യുന്ന അപരാധം സഹിക്കാൻ വയ്യാതെ ഭദ്രകാളി സ്വയം പുറപ്പെട്ടു. ദന്തഹ്യമാണിന വപുഷ സഹസോച്ചചാട സൈവദേവീ ഭദ്രകാളി വൃഷമമർഷരോഷാവേശരഭസ വിലസിത ഭ്രുകുടി വിട്ടപ കുട്ടില ദമുഷ്ട്രാരുണേക്ഷണാട്ടോപാതി ഭയാനകവദന ഹന്തു കാമേ വേദം ആട്ടഹാസമതി സംരംഭേന വിമുഞ്ചന്തി തത ഉത്പത്യ പാപീയസാം ദുഷ്ടാനാം തേനൈവാസ്നാ വിവൃക്തശീർഷ്ണാം ഗളാശ്രവന്തമസൃഗാസവമത്യുഷ്ടം സഹ ഗണേന നിപീയ അതിപാണമത വിഹ്വലോച്ചൈസ്തരാം സ്വപാർഷദൈः സഹ ജഗൗ നർത്തജ വിജഹാര ച ശിരഃ കന്ദുകലീലയാ.
ആ വെളിച്ചപ്പാട് വാളും എടുത്ത് ഇദ്ദേഹത്തിനെ വെട്ടാൻ അടുത്ത് വന്നപ്പോൾ ദേവി അവിടെ പ്രത്യക്ഷമായി വന്നു. ആ വെളിച്ചപ്പാടിൻ്റെ കയ്യിൽ നിന്നും ആ വാള് പറിച്ച് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ശിരസും കൊയ്തു, അവരുടെ ശരീരത്തിൽ വരുന്ന രക്തപാനം ചെയ്തു. അവരുടെ തല തന്നെ എടുത്ത് ശിരക്കന്തുകളിയ പന്ത് പോലെ കളിച്ചു. കളിച്ച് അവിടെ തന്നെ കാളി കുറച്ചു നേരം നൃത്തം വെച്ചു. സ്വന്തം മുമ്പിൽ കാളി നൃത്തം വയ്ക്കുന്ന സമയത്തിൽ പോലും ഇദ്ദേഹം ഒരു പ്രാർത്ഥന ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ തല കുണിച്ചിരിക്കുന്നു. കാളി വിചാരിച്ചു ഇദ്ദേഹം ഒരു താങ്ക്സ് പറയട്ടെ, പിന്നെ പോവാം. ഇദ്ദേഹം താങ്ക്സ് പറഞ്ഞിട്ടേ ഇല്ല. എന്താ കാരണം? തല പോകുമ്പോൾ വിഷമിച്ച ആളാണ്, തല രക്ഷപ്പെടുമ്പോൾ താങ്ക്സ് പറയും. ഇദ്ദേഹത്തിന് എല്ലാം ഒന്നാണ്, കാളിയും ഞാനും. ഈ ശരീരമാകുന്ന പ്രാരബ്ധം കാളിയുടെ മുമ്പിൽ തീരണമെങ്കിൽ തീർന്നോട്ടേനാ വിചാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിഷമിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഭാവം മനസ്സിലാക്കി കാളി വീണ്ടും വിഗ്രഹത്തിൽ ഐക്യമായി. ഇദ്ദേഹം എഴുന്നേറ്റ് ചെന്നു. അവിടെ ഇക്ഷുമതി എന്ന നദീതീരത്തിൽ ഇരിക്കുന്ന സമയത്താണ് രഘൂഗണൻ പേരുള്ള രാജാവ് കപില ഭഗവാനോട് ഉപദേശം മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. കപില ഭഗവാന്റെ ആശ്രമം കൽക്കത്ത അതിൻ്റെ അടുത്താണ്. ആ ഭാഗത്തിലുള്ള രാജാവാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ രാജാവിൻ്റെ പല്ലക്ക് ചുമന്ന് നടക്കുന്ന ഒരാൾക്ക് വയ്യാതായി. അപ്പോൾ പല്ലക്ക് ചുമക്കാൻ വേറെ ആളില്ല. വേറെ ആൾ കിട്ടുമോ അന്വേഷിക്കുമ്പോൾ ഈ ജനഭരതനെ കണ്ടു. നീ വരാമോ എന്ന് ജനഭരതനെ വിളിച്ചപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്തൊക്കെ പ്രാരബ്ധമുണ്ടോ എല്ലാം അനുഭവിച്ച് തീർക്കണം. ഇത് വേണ്ട, പല്ലക്ക് ചുമക്കേണ്ട വിചാരിച്ചാൽ വീണ്ടും പല്ലക്ക് ചുമക്കാൻ വേറൊരു ജന്മം എടുക്കേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹം പല്ലക്ക് ചുമന്ന് നടന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വേഗം ബാക്കി ആൾക്ക് നടക്കാൻ വയ്യാതായി. പിന്നെ ഒരേ രീതിയിൽ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പോയാലും മര്യാദയ്ക്ക് പല്ലക്ക് പോകുള്ളൂ. ഇദ്ദേഹം നടുവിൽ എറുമ്പ് പോകുന്നത് കണ്ടാൽ അത് ചവിട്ടാതെ ചാടി പോകും. പല്ലക്ക് ചുമക്കുന്ന ആൾ ഇടയ്ക്ക് ചാടി പോയാൽ എന്താവും? പല്ലക്ക് കുളുക്കാൻ തുടങ്ങി. രാജാവിൻ്റെ തലയിൽ ഇടി കിട്ടി. രാജാവ് പറഞ്ഞു മര്യാദയ്ക്ക് കൊണ്ടുപോകണം പറഞ്ഞു. അപ്പോൾ ബാക്കി ആളുകൾ പറഞ്ഞു ഞങ്ങൾ മര്യാദയ്ക്ക് കൊണ്ടുപോകണം, പുതിയ ആളാണ് ഇടയ്ക്കുന്ന ചാടും. രാജാവ് പറഞ്ഞു മര്യാദയ്ക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ എൻ്റെ ശിരസ് കൊയ്തെടുക്കും. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. എൻ്റെ ശിരസ് കൊയ്തെടുക്കാൻ ഇപ്പോൾ ചില ആളുകൾ വന്നു ഭദ്രകാളി ക്ഷേത്രത്തിൽ, അവരുടെ തലവൊക്കെ പോയി. എൻ്റെ ശിരസ് മാത്രം നിനക്ക് കൊയ്തെടുക്കാൻ പറ്റും, എനിക്ക് ഒരു ആപത്തും ഇല്ലേ, എനിക്ക് ഒരു കുഴപ്പവും ഇല്ലേ. ഇത് പറഞ്ഞപ്പോൾ രാജാവിന് അത്ഭുതം. നിന്റെ ശിരസ് വെട്ടിയെടുക്കുമ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ലേ? അത് എൻ്റെ അല്ലേ, ഞാനില്ലല്ലോ. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ പറഞ്ഞാൽ അർത്ഥം ഞാൻ വേറെ എൻ്റെ വേറെ. എൻ്റെ മുണ്ട് പറഞ്ഞാൽ മുണ്ട് വേറെയാണ്. മുണ്ട് കിരിയാൽ എനിക്ക് കുഴപ്പമില്ല, പോയിക്കോട്ടെ വേറെ മുണ്ട് മേടിക്കാം. എൻ്റെ മൊബൈൽ പോയാൽ പോയിക്കോട്ടെ വേറെ മൊബൈൽ മേടിക്കാം. എൻ്റെ പാത്രം അത് വീണാൽ കുഴപ്പമില്ല, വേറെ പാത്രം മേടിക്കാം. അപ്പം എൻ്റെ വരുമ്പോൾ അത് വേറെയാണ്, ഞാൻ വേറെയാണ്. അതുപോലെ എൻ്റെ കൈ പറഞ്ഞാൽ കൈ വേറെയാണ്, ഞാൻ വേറെയാണ്. എൻ്റെ കാല് പറയുമ്പോൾ കാല് വേറെയാണ്, ഞാൻ വേറെയാണ്. കാല് വേദനിക്കുമ്പോൾ എനിക്ക് ഒരു വേദനയില്ല, കാലുക്കാണ് വേദന. തല വേദനിക്കുമ്പോൾ എൻ്റെ തലയ്ക്കാണ് വേദന, എനിക്ക് വേദനയില്ല. പക്ഷേ പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? എന്താ കാരണം? നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു പോയി. എൻ്റെയായ ഈ ശരീരത്തിനെ ഞാനായിട്ട് വിചാരിച്ച് നടക്കുന്നു. ഈ തോല് കറുത്ത കളറായാൽ ചില ആളുകൾ ഞാൻ കറുത്ത കളറായാലാണ് സങ്കടം. തോല് ചുമപ്പാൽ ഞാൻ നല്ല ചുമപ്പാണ്. നമ്മൾ ചെവന്നിട്ടും ഇല്ലേ, കറുത്തിട്ടും ഇല്ലേ. തോളാണ് കറുത്ത കളയിൽ ചുവത്ത കളയല്ലോ. ശരീരം മെലിഞ്ഞു പോയാൽ ഞാൻ തന്നെ മെലിഞ്ഞു, ശരീരം അണച്ചാൽ ഞാൻ തടിച്ചു. ഈ ശരീരത്തിൻ്റെ ധർമ്മത്തിനെ നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നു. അതുപോലെ വിശപ്പും ദാഹവും പ്രാണന്റെ ധർമ്മമാണ്. വിശക്കുമ്പോൾ എനിക്ക് വിശക്കുന്നു, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ദുഃഖിക്കുന്നു. ഭയം, സ്ഥൗല്യം, കാർശ്യം, വ്യാധയ ആദയശ്ച ക്ഷുത്രിഭയം കളിരിച്ഛാജരാച. ഭയം മുതലായ ധർമ്മങ്ങൾ മനസ്സിൻ്റെ ധർമ്മമാണ്. അത് നമ്മുടേതായിട്ട് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മൾ ഇത്രയും ദുഃഖിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു ദുഃഖം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു എനിക്കിത് കുറച്ച് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അനുഭവത്തിൽ വരണില്ല. ഇത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ വേറെ ഞാൻ വേറെ പറഞ്ഞാൽ ശരിയാണ്. എൻ്റെ കൈ വേറെ ഞാൻ വേറെയാണ്. പക്ഷേ കൈ വേദനിക്കുമ്പോഴോ തല വേദനിക്കുമ്പോഴോ നമ്മൾ അത് സ്വയം അനുഭവിക്കുന്നു.
അത് അനുഭവിക്കാത്ത കാരണം മനസ്സുകൊണ്ടാണ് അനുഭവിക്കുന്നത്. മനസ്സില്ലെങ്കിൽ ഒരു വേദനയില്ല. മനസ്സുള്ള സമയത്താണ് നമുക്ക് വേദന കൂടുതലാവുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? ഒരു അച്ഛനമ്മമാർക്ക് കുട്ടി മരിച്ചാൽ വലിയ ദുഃഖമാണ്. കുട്ടി പോയല്ലോ എന്ന് വിഷമിച്ച് കരയും. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോയാലോ ഒരു ദുഃഖമില്ല, സുഖമായിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങും. ഉണർന്ന കുട്ടി പോയല്ലോ എന്ന് വീണ്ടും കരയാൻ തുടങ്ങും. ഈ ഉറങ്ങുന്ന സമയത്ത് എവിടെ പോയി ദുഃഖം? ഉറങ്ങുന്ന സമയത്ത് ദുഃഖം ഇല്ല. എന്താ? അവിടെ മനസ്സില്ല. അപ്പം മനസ്സ് ഉണരുന്ന സമയത്താണ് ദുഃഖിക്കുന്നത്. ഉറങ്ങേണ്ട. ഒരു സീരിയൽ നോക്കുന്ന സമയത്തിൽ നമുക്ക് വേദനിക്കാറില്ല, നടുവേദനയൊക്കെ ഉണ്ടാവില്ല. സീരിയൽ ഇങ്ങനെ നോക്കിയിരിക്കും. സീരിയൽ കഴിഞ്ഞാലോ നടുവേദനിക്കും. എന്താ? അപ്പോൾ എന്താ? സീരിയൽ കാണുമ്പോൾ എവിടെ പോയി? ഈ മനസ്സ് സീരിയലിലേക്ക് പോയി. അതുകൊണ്ട് വേദന ഇല്ലാതായി. സീരിയൽ കഴിഞ്ഞപ്പോൾ വീണ്ടും മനസ്സ് ശരീരത്തിൽ വന്നപ്പോൾ ദുഃഖിക്കണം. ഈ മനസ്സുകൊണ്ടാണ് എല്ലാവരും ദുഃഖിക്കുന്നു. ആ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചാൽ മതി. പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് എളുപ്പമില്ല. കുതിരയെപ്പോലെയാണ്. ദമ്യസ്യേവ അർവതോ മോഹോ. കുതിരയെ അടക്കാൻ പുറപ്പെട്ടാൽ അത് ചാടും. അതുപോലെയാണ് മനസ്സ് ചാടിപ്പോവും. അത് നിയന്ത്രിക്കാൻ എളുപ്പ വഴി മനസ്സ് നിയന്ത്രണമുള്ള മഹാത്മാക്കളെടുത്ത് ചെല്ലണം. ഗുരോഹോ ഹരേഹേ ചരണോപാസനാസ്ത്ര ജഹിവ്യലീകം സ്വയമാത്മമോഷം. ഗുരോഹോ ഹരേഹേ, ഗുരുനാഥനൻ്റെയും ഹരിഭഗവാന്റെയും ചരണം ആശ്രയിച്ച് ആ മഹാത്മാക്കളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് പതുക്കെ ആ മനസ്സ് തിരിച്ചുവിടും ഭഗവാന്റെ അടുത്ത്. എത്ര ഉത്തമ ശ്ലോക ഗുണാനുവാദ പ്രസ്തൂയത്തെ ഗ്രാമ്യകഥാ വിഘാത എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നു. ആ ഉപദേശം കേട്ട് രഘുവരൻ ആ മഹാത്മാവിൻ്റെ പാദധൂളി സ്വീകരിച്ച് ജ്ഞാനിയായിട്ട് തന്നെ രാജ്യഭരണം നടത്തി. അദ്ദേഹം കുറച്ചു കാലം സഞ്ചരിച്ച് ഭഗവാന്റെ രൂപത്തിൽ ലയിച്ചു. ഈ രഘുവരനും കുറച്ചു കാലം രാജ്യഭരണം നടത്തി ആ ഭഗവാന്റെ രൂപത്തിൽ ലയിച്ചു. ഈ ജഡഭരതൻ്റെ കഥ കേൾക്കുന്നവർക്ക് എല്ലാവിധമായ നന്മകളും ഉണ്ടാവും എന്നാണ് പറയുന്നു. എന്താ കാരണം? മഹാത്മാക്കൾ ഭഗവാന്റെ അടുത്ത് ചൊല്ലുമ്പോൾ അവരുടെ പുണ്യമൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോകുന്നു. അതുകൊണ്ടാണ് ആ മഹാത്മാക്കളുടെ നാമങ്ങൾ ജപിക്കുമ്പോഴും ആ മഹാത്മാക്കളുടെ കഥ കേൾക്കുമ്പോഴും അവർ ചേർത്ത് വെച്ച പുണ്യം കൊണ്ട് നമുക്ക് നന്മകളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു. അങ്ങനെ പല മഹാത്മാക്കളുടെ സമാധി നമ്മുടെ ഭാരതത്തിലുണ്ട്. അതിൽ ജീവസമാധിയായിട്ട് 4 പ്രധാന സമാധികളാണ്. ഗുരു രാഘവേന്ദ്ര സ്വാമികളുടെ സമാധി മന്ത്രാലയം എന്ന സ്ഥലത്തിൽ, ആന്ധ്രാദേശത്തിൽ പോയാൽ മന്ത്രാലയം എന്ന സ്ഥലത്തിൽ കാണാം. അതേപോലെ പുനെ അടുത്ത് ആളന്തി എന്ന സ്ഥലത്തിൽ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനിച്ച ജ്ഞാനേശ്വര സ്വാമികളുടെ സമാധി, അവിടെ പോവാം. അതേപോലെ നെരൂർ എന്ന സ്ഥലത്തിൽ സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളുടെ സമാധിയും, കുംഭകോണമടുത്ത് ഗോവിന്ദപുരത്തിൽ ഭഗവൻ നാമ ബോധേന്ദ്ര സ്വാമികളുടെ സമാധി. ഈ 4 സമാധി ജീവസമാധി എന്നാണ് പറയുന്നത്. ബാക്കി സമാധിക്ക് അവർ പോയ ശേഷം സമാധി വയ്ക്കും. ഇവർ പണ്ടേ ഡേറ്റൊക്കെ പറഞ്ഞ് എല്ലാവരും വരാൻ പറഞ്ഞ് സ്വയം ഉള്ളിൽ ജീവനോട് ഇരിക്കുന്ന സമാധിയാണ്. അങ്ങനെ ആ മഹാത്മാക്കളുടെ സമാധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ട നന്മകളൊക്കെ ഉണ്ടാവും. ഉപനിഷത്തിൽ തന്നെ പറയുന്നു, ബ്രഹ്മജ്ഞാനികളെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ നന്മകളും ഉണ്ടാവും എന്ന് ഉപനിഷത്തിൽ തന്നെ പറയുന്നു. അങ്ങനെ ജഡഭരതൻ്റെ ചരിത്രം കേൾക്കുന്ന നമുക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്താം.